കേട്ടില്ലേ നല്ല കറുമുറ സൗണ്ട്? അങ്ങനെയുള്ള കറുമുറ എന്നുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള നമ്മുടെ പൊരിയുണ്ടയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പൊരിയുണ്ട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് പൊരിയാണ് കേട്ടോ, പഫ്ഡ് റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ആയിട്ടുള്ള പാനായിരിക്കണം. അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒന്നും കൂടി ഒരു ക്രിസ്പിനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഒരുപാട് നേരം ആക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ പൊരിയൊക്കെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഓഫ് ചെയ്ത് പാത്രം മാറ്റാം. അപ്പോൾ പാത്രമൊക്കെ മാറ്റി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 2 കപ്പിന് 1/2 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1/2 കപ്പോളം വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/2 മുതൽ 1/4 കപ്പ് വരെ വെള്ളം ഒഴിക്കാം. ഇതിൻ്റെ വലിയ പാനാണ്. നിങ്ങളുടെ പാൻ ചെറുതാണ് എങ്കിൽ, കുറച്ചും കൂടി പരന്നതല്ലാത്ത പാനാണ് എങ്കിൽ ഇത്ര വെള്ളം വേണ്ടിയല്ല. ഇനി ഇതൊന്ന് ശരിക്കും നമ്മുടെ ശർക്കരയൊന്ന് ഉടഞ്ഞ് ഒരു പാവാവട്ടെ. കമ്പിപ്പരുവം വരെയൊന്നും ആവണ്ട കേട്ടോ. എപ്പോഴും ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഒരുപാട് ആവേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതാ അപ്പം നമ്മുടെ കളറൊക്കെ മാറി നല്ല പതയൊക്കെ വന്ന് കുറച്ച് കട്ടിയായി തുടങ്ങി നമ്മുടെ ശർക്കര. ഒരുപാട് കട്ടിയാവരുത്, അപ്പം അത് മുഴുവൻ ക്രിസ്റ്റലൈസ് ആയി പോവും. കണ്ടോ, ഇപ്പം നല്ല കുറച്ച് ടൈറ്റായി. ഇനി നമുക്കതിലേക്ക് ആ വറുത്ത് വെച്ചിട്ടുള്ള പൊരി ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ആകെ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. അത്രയും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇനി ഇത് നന്നായി അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം കണ്ടോ, അതെല്ലാം യോജിച്ച് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ ശർക്കരപ്പാനി കമ്പിപ്പരുവൊന്നും ആവേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. ഇപ്പം ഇത് കണ്ടോ, എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ തന്നെ വെച്ച് ചെയ്യേണ്ട, അപ്പം കട്ടിയായി പോവും. ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് തമ്മിലൊന്ന് ബോയിൻ്റായി കിട്ടണം. നമ്മുടെ ക്രിസ്പിനെസ് പോവാനും പാടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവം. ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കയ്യിലൊന്നും തന്നെ തേക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഇത് ജസ്റ്റ് എടുത്ത് ഇതുമാതിരി അങ്ങോട്ട് ഉരുട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിലാക്കാം. അതല്ല ഉരുട്ടണ്ടായെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് എടുത്തെടുത്ത് കഴിക്കാം. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള പൊരിയുണ്ട്. ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കടകളിൽ നിന്നൊന്നും ഇനി പോയി വാങ്ങിക്കേണ്ട. വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഈ 2 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് ഉണ്ടാക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് നെയ്യൊന്നും ഇല്ല ഇതിൽ. കണ്ടോ, ഇതേമാതിരി ഞാൻ മുഴുവൻ പൊരിയുണ്ടയും ഇതാ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു റെസിപ്പിയല്ല. കണ്ടോ, എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ദിവസം എടുത്തു വയ്ക്കുകയും ചെയ്യാം കേട്ടോ. ആ ക്രിസ്പിനെസ് അങ്ങനെ തന്നെ നിൽക്കും നിങ്ങൾക്ക്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ്. ഇതൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക് യു.